ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഹുണ്ടായുടെ i20 എലൈറ്റ് ആണ്. ഇത് വന്നിട്ട് 2015 മോഡൽ പെട്രോൾ വണ്ടിയാണ്, പുഷ് ബട്ടൺ വണ്ടിയാണ്. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് വെച്ചിട്ട് കസ്റ്റമർ 1-2 പ്രാവശ്യം വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴത്തേന് ഡീലർഷിപ്പിൽ കാണിച്ച്, ഡീലർഷിപ്പിൽ ചെന്നപ്പോഴത്തേന് ഇതിൻ്റെ ECM പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡീലർഷിപ്പിൽ നിന്ന് അവർ വെളിയിൽ എവിടെയോ സർവീസ് ചെയ്യുന്നിടത്ത് കൊടുത്തു, റിപ്പയറിന് ചെയ്ത് കൊടുത്തു കസ്റ്റമർക്ക്. ഒരാഴ്ച വണ്ടി ഓടി, രണ്ടാമത് വീണ്ടും സെയിം പ്രശ്നം വന്നു, വീണ്ടും ഡീലർഷിപ്പിൽ കൊടുത്തു, അവർ വീണ്ടും റിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് വണ്ടി കൊടുത്തു. വീണ്ടും കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് വീണ്ടും സെയിം പ്രശ്നം വന്നപ്പം ഡീലർഷിപ്പിൽ നിന്ന് തന്നെ അടുത്തുള്ളൊരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് വിട്ടിട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രീഷ്യൻ എല്ലാം വണ്ടിയുടെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഫോൾട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഡീലർഷിപ്പിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വയറിംഗ് പ്രശ്നം തന്നെയാണ്, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ഡീലർഷിപ്പ് കൈയൊഴിഞ്ഞു. ഇതാണ് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പം നമ്മൾ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേന് നമുക്ക് സ്കാനിങ്ങിൽ വന്ന ഫോൾട്ട് ഞാൻ കാണിച്ചു തരാം. P1690 സ്മാർട്ട്രാ റെസ്പോൺസ് എറർ, ഇതാണ് ഫോൾട്ട് വരുന്നത്. ഇത് ഹുണ്ടായുടെ വണ്ടികൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ഇത് കൂടുതലായിട്ടും വരുന്നത് ECM പ്രശ്നം കൊണ്ടാണ് ഈ ഒരു ഫോൾട്ട് നോർമലി വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ECM പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത്. പക്ഷേ അത് ECM പ്രശ്നം വരുന്നത് 2011 to 2014 വരേക്കും വരുന്ന ഒരു സിംഗിൾ കപ്ലർ വരുന്നൊരു ECM ആണ്. അതായത് ECM ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ECM വരുന്നത്. ഇത് 79.11 എന്ന് പറയുന്നൊരു മോഡലാണ്. ഈ ECM ആ ഒരു പ്രശ്നം വരാറുണ്ട്. പക്ഷേ നമ്മുടെ ECM വന്നിട്ട് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ECM വന്നിട്ട് 79.21 എന്നുള്ളതാണ്. ഇത് ഡബിൾ കപ്ലർ വരുന്ന ECM ആണ്. ഇത് 2015 ടു മേപ്പോട്ട് വരുന്ന സീരീസിന് വരുന്നൊരു ECM ആണ്. അപ്പോൾ ഈ ECMന് ഒരു 90% ഇങ്ങനൊരു ഫോൾട്ട് വരാറില്ല. പക്ഷേ ഈ വണ്ടിക്ക് സെയിം പ്രശ്നം വന്നതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് വന്നിട്ട് സ്മാർട്ട് കീയുടെ യൂണിറ്റാണ്, SMK എന്ന് പറയും. ഈ ഒരു സാധനമായിരുന്നു ഈ വണ്ടിക്കകത്ത് വന്നിരുന്നൊരു ഫോൾട്ട്. കംപ്ലയിൻറ്റ് അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വണ്ടി വന്നിട്ട് ഈ സർവീസ് ചെയ്യുന്നിടത്ത് ചെന്നിട്ടില്ല. അപ്പം ഇത് അവർക്ക് വണ്ടി ഇല്ലാതെ ചെയ്തപ്പം അവർ കോമൺ ഫോൾട്ട് ECM ആണെന്നുള്ള രീതിയിലാണ് ECM റിപ്പയർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾക്ക് വണ്ടി തന്നെ വേണ്ടി വരും. ഇത് കസ്റ്റമർക്ക് ഒരു ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ചെയ്തത്. കാരണം ഈ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കസ്റ്റമർക്ക് നല്ലൊരു എമൗണ്ട് ECM റിപ്പയർ ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് പൈസ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ടാണ് ഇതൊരു അവയർനെസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഇതൊരു കസ്റ്റമർക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതിൻ്റെ എക്സാക്റ്റ് ഫോൾട്ട് ഫൈൻഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി റിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.